ഇടഞ്ഞു നിൽക്കുന്നവർക്കും അതൃപ്തി പ്രകടമാക്കിയവർക്കും രാഷ്ട്രീയം വിടുന്നവർക്കുമൊക്കെ താക്കീത്. നേതൃയോഗത്തിലൂടെയാണ് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചതെന്ന് പാർട്ടി വ്യക്തമാക്കി. ആദ്യ പട്ടിക പുറത്തു വന്നതോടെ അതൃപ്തി വ്യക്തമാക്കിയവരിൽ മുൻപന്തിയിലുള്ളത് PC ജോർജാണ്. ഏറെ പ്രതീക്ഷിച്ച പത്തനംതിട്ട സീറ്റിൽ അനിൽ ആന്റണിക്ക് നറുക്കുകയാണപ്പോൾ കുറച്ചധികം രൂക്ഷമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ. എന്നാൽ കേന്ദ്ര നേതൃത്വത്തിൻ്റെ താക്കീതിന് പിന്നാലെ PC ഒരൽപ്പം മയപ്പെടുത്തിയ മട്ടാണ്. അനുനയ നീക്കത്തിൻ്റെ ഭാഗമായി അനിൽ ആന്റണി ഇന്ന് വൈകിട്ട് പൂഞ്ഞാറിലെ വീട്ടിലെത്തി PCയെ നേരിട്ട് കാണും. പത്തനംതിട്ടയിൽ മാത്രം ഒതുങ്ങുന്നതായിരുന്നില്ല അതൃപ്തി. പാർട്ടി എന്ന നിലയിൽ പാർട്ടിക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കെല്ലാം അതിനെല്ലാം പ്രവർത്തകർ പ്രാദേശികമായി പ്രതികരിക്കാൻ തുടങ്ങിയാൽ എങ്ങനെ പാർട്ടി കൊണ്ടു നടക്കാൻ പറ്റും? ഡൽഹിയിൽ പ്രഖ്യാപിച്ച 5 സീറ്റുകളിൽ 4 എണ്ണത്തിലും സിറ്റിംഗ് MP-മാർക്ക് പകരം പുതിയ ആളുകളുടെ പേര് വന്നതോടെയാണ് ചാന്ദ്നി ചൗക്ക് MP-യും മുൻ കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായിരുന്ന ഹർഷവർദ്ധൻ രാഷ്ട്രീയം വിടുന്നു എന്ന തീരുമാനമെടുത്തത്. സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി അസനോളിലെ സ്ഥാനാർത്ഥിയായിരുന്ന പവൻ സിംഗും പിന്മാറിയിരുന്നു. ഒപ്പം BJP നിലവിൽ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന 100-ലധികം സീറ്റുകളിൽ കണ്ണും നട്ട് VK സിംഗും മനേകാ ഗാന്ധിയും ബ്രിജ്ഭൂഷൺ ശരൺ സിംഗുമുണ്ട്. തുടർ പ്രഖ്യാപനങ്ങളിൽ സർപ്രൈസ് ഉണ്ടായാൽ സമ്മർദ്ദം മറികടക്കാനുള്ള നടപടികളും തുടരുന്നുണ്ട്. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.